ഇനി നമ്മൾ നേരെ പോകാൻ തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിൽ ഫുട്ബോൾ ആവേശം അങ്ങ് വാനോളം എത്തിക്കഴിഞ്ഞ് അവിടെ ലെവിൻ കെ വിജയൻ തയ്യാറായിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ മുക്കിലും മൂലയിലും ഓരോ ക്ലബിൻ്റെയും ഓരോ ടീമുകളുടെയും ആരാധകർ ഇല്ലാത്ത ഒരു സ്ഥലം പോലുമില്ല. എന്താണ് ലെവിനെ തൃശ്ശൂരിൽ ആഘോഷം എത്രത്തോളമുണ്ട്? മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ ഇനി ലോക ചാമ്പ്യന്മാർ ആരാകും ആ കപ്പ് ഉയർത്തുക എന്നറിയാൻ. പക്ഷേ ആ മണിക്കൂറുകൾ പോലും കാത്തിരിക്കാൻ ആരും തയ്യാറല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അരുണ്യ, അങ്ങനെ പറയത്തക്കതായിട്ടുള്ള വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ തൃശ്ശൂരിൽ നോക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അർജന്റീന ഫാൻസ് ആണ്, അർജന്റീന ആരാധകരാണത്. കയ്യിലിരിക്കുന്ന കുഞ്ഞുകുട്ടി സാന്ദ്ര അർജന്റീന ആരാധിക അല്ലേ? എന്താണ് അർജന്റീനയുടെ മെസ്സി പന്തടിക്കും. അർജന്റീന മെസ്സി പന്തടിക്കും. എത്ര ഗോളടിക്കും മെസ്സി? 5 ഗോളടിക്കും. കുഞ്ഞ് സാന്ദ്ര പറയുന്നത് 5 ഗോളടിക്കുന്നു. എനിക്ക് പിന്നിൽ കാണുന്ന ആവേശ കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. തൃശ്ശൂർ പുത്തൂര് അമ്പലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ പ്രദേശമാകെ അർജന്റീന മയമാണ്. അവർക്ക് പിന്നിൽ കാണുന്നത് വലിയ വേൾഡ് കപ്പിന്റെ ട്രോഫിയുടെ മാതൃകയാണ്. അതാരാ ഉണ്ടാക്കിയ ട്രോഫിയൊക്കെ? ഏത് മാമന ട്രോഫി ഉണ്ടാക്കിയ? ഈ സാന്ദ്രയുടെ അച്ഛൻ സന്തോഷാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അർജന്റീന ആരാധകരിലെ സംഘാടകരിലെ അവരൊക്കെ അവിടെ നിൽപ്പുണ്ട്. നമുക്ക് അവർക്ക് അടിയിലോട്ട് പോകാം. ഏതായാലും ഈ വലിയ മാതൃക, ഫുട്ബോളിൻ്റെ വേൾഡ് കപ്പിൻ്റെ മാതൃക ഇവരുണ്ടാക്കിയത് ഈ ലോകകപ്പ് ആരംഭിക്കുന്നതിന് മുൻപാണ്. ആ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ബില്ല് സഹിതം കാണിച്ചു തരാമെന്നാണ് ഇവർ പറയുന്നത്. അതായത് അർജന്റീന ക്വാർട്ടറിലോ സെമിയിലോ കയറിയതിന് മുൻപേ വേൾഡ് കപ്പ് ഫൈനലിൽ ടീം എത്തുമെന്ന് കണക്കാക്കിക്കൊണ്ടവരാണ് ഇത്തരത്തിലുള്ള വലിയ ട്രോഫിയുടെ മാതൃക സൃഷ്ടിച്ചത്. ഏതായാലും ഈ സാന്ദ്രയുടെ അച്ഛൻ സന്തോഷൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ നാട് മുഴുവൻ അർജന്റീനക്കാരാണോ? വല്ലതാണോ ഇത്? ഈ നാട് മുഴുവൻ അർജന്റീനക്കാരാക്കി. ആരാധന മുതലാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള സംഭവം ചെയ്തിട്ടുള്ളത്. അത് പ്രധാനമായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് പ്രശാന്ത്, പ്രിയ സുഹൃത്ത് ബന്ധമായിട്ടുള്ള പ്രശാന്താണ്. ഞങ്ങൾ രണ്ടുപേരുടെ ആശയാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാന്നുള്ളത്. ഞാനിവിടെ വന്നപ്പോൾ ഈ വാമോസ് അർജന്റീന എന്നൊക്കെ ആള് പറയുന്നുണ്ടായിരുന്നു. അർജന്റീന ഫാനാണ് എന്ന് പറഞ്ഞത് എന്താ മോളെ? വാമോസ് അർജന്റീന. അരുണ്യെ കാണുന്നുണ്ടല്ലോ അല്ലേ ഈ ആവേശം, പുത്തൂരിന്റെ ആവേശം. കാരണമാണല്ലേ ഇതുണ്ടാക്കിയത്, ഈ ട്രോഫി ഉണ്ടാക്കിയത്. എത്ര ദിവസം എടുത്തു ശരിക്കും? ഞാൻ ചോദിക്കട്ടെ, ഒരു 3 ആഴ്ച എടുത്തു ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ എൻ്റെ കൂടെ കുറേ ആൾക്കാർ ഞാൻ സഹായിക്കാനുണ്ടായിരുന്നു. ഫണ്ടായിട്ടും കുറേ ആൾക്കാർ തന്ന് സഹായിച്ചു. പിന്നെ നല്ല രാത്രിയും പകലൊക്കെ കഠിനമായിട്ട് പ്രവർത്തിച്ചു. ഒരു കാര്യം ചോദിച്ചു സത്യം പറയും, ഇത് ഇംഗ്ലണ്ടുമായിട്ട് സെമി കഴിഞ്ഞിട്ട് സെമി ഫൈനൽ കഴിഞ്ഞ് അർജന്റീന ഫൈനലിൽ കയറുന്ന ഉറപ്പാക്കിയതിനു ശേഷം ഉണ്ടാക്കിയാണോ? അല്ല. ഒരു മാസം മുമ്പ് നമ്മൾ അതിൻ്റെ ആശയം ഉണ്ടായിരുന്നു. 3 ആഴ്ചക്ക് മുമ്പ് പണി തുടങ്ങിയതാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഉറപ്പായിട്ടും ഇതിൽ കയറുന്ന ഉറപ്പുണ്ടായിരുന്നു. അത് കാരണം ഈ ജേഴ്സി ഇട്ട ആരാധകർക്കിടയിൽ ജേഴ്സി ഇടാത്ത ഒരു ആരാധിക അവിടെ നിൽപ്പുണ്ട്. ശരിക്കും അർജന്റീന ഫാനാണോ? ഞാൻ ബ്രസീലാണ്, പക്ഷെ ഇപ്പൊ അർജന്റീനയുടെ കൂടെയാണ്. രമേശ് ചെന്നിത്തല ഇതുപോലെ പറഞ്ഞു, ഞാൻ ബ്രസീലായിരുന്നു, ഇപ്പൊ അർജന്റീനയാണ്. അല്ലല്ല, ഞാൻ അർജന്റീന തന്നെയാണ്. എങ്ങനെയാണ് ഫൈനലിന്റെ ഒരു സാധ്യത? എങ്ങനെ ഇനി മണിക്കൂറുകൾ? ഫൈനൽ കപ്പടിക്കും, നമ്മൾ അർജന്റീന കപ്പടിക്കും. 100%. സ്പെയിനെ അങ്ങനെ നിസ്സാരക്കാരാക്കുകയാണ്. തുല്യ ശക്തികളായാലും അതിനുള്ള വാശി ഉണ്ടാവുള്ളൂ. 80 മിനിറ്റില് കപ്പെടുക്കും. 80 മിനിറ്റില് അത് ജയിച്ചു കയറണേ. 80 മിനിറ്റ് വരെ പുറയുന്നാലും 81ാമത്തെ മിനിറ്റ് മുന്നിൽ കയറും. 10 മിനിറ്റ് 3 ഗോൾ ജയിച്ചല്ലേ, പിന്നെന്താ? വളരെ നല്ല കളി എന്തായാലും ഇന്ന് പ്രതീക്ഷിക്കാം. തീ പാറും, ജയിക്കും. ജയിക്കും. ഇത് വെറുതെ ആകുമോന്നൊരു സംശയം. നമ്മളെ കളിക്കാരെക്കാളും കൂടുതൽ എനിക്ക് കോൺഫിഡൻസ് കോച്ചിലാണ്. വെറുതെ ആകത്തില്ല. മെസ്സി എന്തായാലും ഗോൾ അടിക്കും. എംബാപ്പനെ വെട്ടിക്കണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എംബാപ്പെ 10 ഗോൾ അടിച്ച് ടോപ്പ് സ്കോർ ആയി നിൽക്കുകയാണ്. മെസ്സി 3 അടിച്ചപ്പോ എന്നാവില്ലേ? അടിക്കും. ഞങ്ങൾ മെസ്സി അതുപോലെ. മെസ്സി ഞങ്ങളുടെ ടീം അർജന്റീന സ്ട്രോങ്, ഡബിൾ സ്ട്രോങ്. കൂടെ ഒരു ആർപ്പോ, നമ്മുടെ തൃശ്ശൂരുകാർ ആർപ്പോ വിളിക്കുന്ന ഒരു വാമോസ് വിളിച്ചാലോ? മെസ്സി ജയിക്കുവോടാ?
അപ്പം അരുണ്യ ഇത് കാണുന്നുണ്ടല്ലോ, ഇവിടത്തെ ആവേശത്തെ കുറിച്ചൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. കുട്ടിത്താരങ്ങൾ വരെ, കുഞ്ഞു കുട്ടികൾ വരെ വാമോസ് അർജന്റീന വിളിക്കുന്നു. അവര് ഉറപ്പായിട്ടും ജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഫൈനലിൽ സ്പെയിനുമായിട്ടുള്ള മത്സരം നടക്കുമ്പോൾ അർജന്റീനയിൽ ആ മത്സരം അല്ലെങ്കിൽ അമേരിക്കയിൽ ആ മത്സരം പുരോഗമിക്കുമ്പോൾ ഈ പുത്തൂരിലും അതേ ആവേശത്തോടു കൂടി ഈ കാണികൾ എല്ലാവരും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളൊന്നുമില്ല. അവരുടെ സ്വന്തം ടീം ജയിക്കുമെന്നാണ് പറയുന്നത്. നിർഭാഗ്യവശാൽ അർജന്റീന ആരാധകർ മാത്രമുള്ള ഒരു കരയിലാണ് എത്തിപ്പെട്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജയിച്ചു കഴിഞ്ഞാലേ തൃശ്ശൂർ റൗണ്ട് കൊണ്ടുകൊണ്ട് ഇത് നമ്മൾ ജയിച്ചു വെച്ചോ, നാളെ തൃശ്ശൂർ റൗണ്ട് കൊണ്ടുപോകും. റൗണ്ടിൽ കൊണ്ടുപോകും. നിങ്ങള് നമ്മൾ അർജന്റീന ഫാൻസ് ഫുള്ള് കറക്ക തൃശ്ശൂർ റൗണ്ട് ഫുള്ളായിട്ട് നമ്മളിത് ഇത് കൊണ്ടുപോകും. ഓക്കെ, നിങ്ങൾ കൂടി കേട്ടാ. നിങ്ങൾ കറങ്ങാന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും. കറക്കും ഉറപ്പ്. പക്ഷെ കറങ്ങണമെങ്കിൽ ജയിക്കണം. നമ്മൾ ജയിക്കും. ഒരു സ്പെയിൻ അല്ല, ഒരു ഫ്രാൻസ് അല്ല. തൃശ്ശൂർ ടൗണിലേക്ക് കൊണ്ടുപോകാൻ വണ്ടി വരെ ബുക്ക് ചെയ്തു. മനസ്സിലായ? അറിഞ്ഞൂടെ? നമ്മൾ തുടങ്ങിയത് ഈ കുഞ്ഞു സാന്ദ്രയിൽ നിന്ന് അർജന്റീന ജയിക്കുവോ? ജയിക്കുവോ? ഉറപ്പായിട്ടും ജയിക്കും. മെസ്സി കപ്പെടുക്കും. ഏത് ഫ്രാൻസ് അല്ലേ ജർമ്മനി അല്ലേ ഞങ്ങൾ കപ്പടിക്ക് തൂക്കിയിരിക്കും. ഇതിൽ കൂടുതൽ ഇപ്പൊ നമുക്ക് ഇവിടെ നിന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അർജന്റീന ജയിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ജീവനോടെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മെസ്സിപ്പടയുടെ നടുവിലാണ് ലെവിൻ എത്തിപ്പെട്ടിരിക്കുന്നത്. അവിടെ അർജന്റീന സ്വന്തമാക്കുമെന്ന് ആരാധകർ സ്വപ്നം കാണുന്ന ആ കൂറ്റൻ ട്രോഫി അവിടെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തൃശ്ശൂർ നഗരത്തിലേക്ക്, അർജന്റീന കപ്പടിച്ചു കഴിഞ്ഞാൽ നേരെ അത് കൊണ്ടുപോകാൻ തൃശ്ശൂർ നഗരത്തിലേക്കായിരിക്കും. എന്തായാലും വലിയ ആവേശത്തിലാണ് അവിടുത്തെ നാട്ടുകാർ ഒന്നാകെ. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്.